മതവിദ്വേഷം വളർത്താൻ മിടുക്കരായ കുറച്ച് നേതാക്കന്മാരുണ്ട് ബി.ജെ.പിയിൽ. അതിലൊരാളാണ് ഉത്തര കന്നഡയിൽ നിന്നുള്ള ലോകസഭാ അംഗമായ അനന്ത്കുമാർ ഹെഗ്ഡെ. നിരന്തരം മുസ്ലിങ്ങളെയും ആരാധനാലയങ്ങളെയും ഇങ്ങനെ അധിക്ഷേപിക്കുന്ന പണിയായിരുന്നു അദ്ദേഹത്തിന്. ഇതുവരെ കേന്ദ്രവും കർണാടകയും ഭരിച്ചിരുന്നത് ബി.ജെ.പി ആയിരുന്നു. അതുകൊണ്ട് ഹെഗ്ഡെയെ തൊടാൻ ആരും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഭരണം തുടങ്ങിയത് ഓർക്കാതെ വീണ്ടും വിദ്വേഷ പ്രചരണം നടത്തിയതോടെ പോലീസ് പൊക്കി. ബാബറി മസ്ജിദിൻ്റെ മാതൃകയിൽ കൂടുതൽ മുസ്ലിം ആരാധനാലയങ്ങൾ പൊളിച്ചുമാറ്റി വീണ്ടെടുക്കുന്നതുവരെ ഹൈന്ദവ സമൂഹം വിശ്രമിക്കില്ല എന്നാണ് ഹെഗ്ഡെ MP വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നത്. MP അനന്ത്കുമാർ ഹെഗ്ഡെയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. അതായത് ദക്ഷിണ കന്നഡയിലെ ബഡ്കൽ, ഉത്തര കന്നഡയിലെ സിർസി, മണ്ഡിയിലെ ശ്രീരംഗപട്ടണ എന്നിവിടങ്ങളിൽ നിലവിലുള്ള മുസ്ലിം ആരാധനാലയങ്ങൾ അത് ഹിന്ദു ക്ഷേത്രങ്ങളാണെന്നും അത് പിന്നീട് മസ്ജിദുകളാക്കി മാറ്റിയതെന്നുമാണ് MP ഇപ്പോഴത്തെ വാദം. അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ചു മാറ്റണമെന്നാണ് MP ആവശ്യവും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് കുംഠയിൽ നടത്തിയ പ്രസംഗത്തിലാണ് MP ഇങ്ങനെ പറഞ്ഞത്. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഭരണഘടന മാറ്റണമെന്ന് പറഞ്ഞയാളാണ് ഈ അനന്തകുമാർ ഹെഗ്ഡെ എന്നും അതിനപ്പുറത്തെ സംസ്കാരം ഹെഗ്ഡെയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പ്രതികരിക്കുകയും MP-ക്കെതിരെ ഉടനടി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ BJP ശരിക്കും അമ്പരന്നുപോയി. സംഗതി കയ്യിന്ന് പാളിയെന്ന് ഉറപ്പായതോടെ കൂടുതൽ നാണം കെടാനില്ലെന്ന ധാരണയോടെയാണ് BJP ഇതിൽ ഇടപെട്ടേയില്ല. വിവാദം ഏറ്റുപിടിക്കാൻ BJP നേതൃത്വം തയ്യാറായില്ല. ഇത് അനന്ത്കുമാർ ഹെഗ്ഡെയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമല്ല ഇതെന്നും മുൻ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ CN അശ്വത് നാരായണ വ്യക്തമാക്കുകയുണ്ടായി. അസുഖത്തെ തുടർന്ന് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു അനന്ത്കുമാർ ഹെഗ്ഡെ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീണ്ടും സജീവമായത്. അങ്ങനെ അസുഖബാധിതനായിരിക്കുന്ന സമയത്ത് പോലും ജനങ്ങളെ തമ്മിൽ തല്ലാൻ കാണിക്കുന്ന ഈ മിടുക്ക് അത് ഭയങ്കരം തന്നെയാണ്. ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമാണെന്നും ഉത്തര കന്നഡയിൽ നിന്ന് ഹെഗ്ഡെയെ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടതില്ല എന്നും BJP-യിലെ ഒരു വിഭാഗം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഏതായാലും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പിൻബലത്തിൽ ഹിന്ദുമതത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റു മതസ്ഥരുടെ വികാരം വ്രണപ്പെടുത്തുന്ന ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളെ തൂക്കിയെടുത്ത് അകത്തിടാൻ കർണാടക സർക്കാർ കാണിച്ച ചങ്കൂറ്റം ഒരു മാതൃക തന്നെയാണ് ഈ മതേതര രാജ്യത്ത്.